Hi students, welcome to a lecture series of Special Relativity. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ സ്പീഡിൽ പാർട്ടിക്കിൾസിൻ്റെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണെന്ന് നമുക്കറിയാം. അതിൽ രണ്ട് ഇനേർഷ്യൽ ഫ്രെയിമുകളെ കുറിച്ചിട്ടുള്ള ഡൈനാമിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് കൈകാര്യം ചെയ്യുമ്പോഴാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ഇനേർഷ്യൽ ഫ്രെയിമുകളെ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് 1904 അതായത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി 1905 ഐൻസ്റ്റീൻ പബ്ലിഷ് ചെയ്യുന്നത്. ഐൻസ്റ്റീൻ പബ്ലിഷ് ചെയ്യുന്നതിന് ഒരു വർഷം മുമ്പ് എച്ച് എ ലോറൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് പ്രപ്പോസ് ചെയ്തത്. നമുക്കറിയാം, നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വെരി ലോ സ്പീഡിൽ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഇഫ് ദ പാർട്ടിക്കിൾ സ്പീഡ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, നമ്മളുടെ കോമൺ ഡേ ടു ഡേ ലൈഫിലുള്ള പല ഫിസിക്കൽ പ്രോബ്ലംസും പല എക്സ്പെരിമെൻറ്റുകളും നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് ഇനേർഷ്യൽ ഫ്രെയിമുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ക്യാൻ കൺസിഡർ ടു ഫ്രെയിംസ് എസ് ആൻഡ് എസ് പ്രൈം. That means we can consider two observers, one at O, another one at O prime. O is at rest, the observer O is at rest, and O prime is moving with a constant velocity v along x-axis. We can imagine such a frame. O prime is moving with a velocity v. Then, according to Newtonian mechanics, as per Newtonian mechanics, these two frames are inertial frames. These frames are unaccelerated frames of reference. So, ഈ രണ്ട് ഫ്രെയിംസ് ഓഫ് റെഫറൻസുകളെ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമ്മളിവിടെ ഒരു പോയിന്റ് കൺസിഡർ, പാർട്ടിക്കിളിന്റെ പൊസിഷൻ ആൻഡ് ടൈം റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഈ ഓ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം അയാൾ കൺസിഡർ ചെയ്യുന്ന കോർഡിനേറ്റ്സ് XYZ T ആയിരിക്കും എന്ന് വിചാരിക്കുക. O പ്രൈം എന്ന് പറയുന്നത് വി വെലോസിറ്റിയിൽ അലോങ് എക്സ് ആക്സിസ് ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്സർവർ ആണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് പ്രൈം വൈ പ്രൈം വിത്ത് റെസ്പെക്ട് ടു ഹിസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ലെറ്റ് ഇറ്റ് ബി എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ആൻഡ് ടി പ്രൈം. Then, as per Newtonian mechanics, we can consider a set of transformation equations between these two frames, and these two transformation equations are called Galilean transformation equations. നമ്മൾ റിലേറ്റിവിറ്റി തുടങ്ങിയപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയാം. ആ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വട്ടം കൂടി ആവർത്തിക്കുന്നത് മാത്രം. എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി ടി, വൈ പ്രൈം ഇസ് ഈക്വൽ ടു വൈ. എക്സ് കമ്പോണന്റിലെ രണ്ട് ഫ്രെയിമിലും വ്യത്യാസം ഉണ്ടാവും, വൈ കമ്പോണന്റിൽ രണ്ട് ഫ്രെയിമിലും വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ദ ഫ്രെയിം ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ്. ആൻഡ് സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു സെഡ് ആൻഡ് ടി പ്രൈം. രണ്ട് ഫ്രെയിമിലെയും ക്ലോക്ക് സെയിം ടൈം തന്നെയാണ് മെഷർ ചെയ്യുക. രണ്ട് ഒബ്സർവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമയം ഒരുപോലെ തന്നെയായിരിക്കും, അത് ഫ്രെയിം ഓഫ് റെഫറൻസിനനുസരിച്ച് വ്യത്യാസം വരില്ല. ഇതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഫ്രെയിമുകളിൽ എസ് പ്രൈമിൽ എഴുതിയൊരു ഇവന്റിനെ എസ് പ്രൈം ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യാൻ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഹൈ സ്പീഡ് പാർട്ടിക്കിളിന്റെ ഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈ സ്പീഡ് പാർട്ടിക്കിൾസിൻ്റെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ
ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് മതിയാവാതെ വരും. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് മതിയാവാതെ വരുന്ന ഒരു സാഹചര്യം വരും. ഹൈ സ്പീഡ് പാർട്ടിക്കിൾസിന്റെ experimental results do not agree with ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അങ്ങനൊരു സാധ്യത വരും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വളരെ ഹൈ സ്പീഡ് പാർട്ടിക്കിൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് ഇഫ് എ ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 0.9 c എന്ന് വിചാരിക്കുക. സപ്പോസ് യു ആർ studying the dynamics of a particle in these two frames. One frame is at rest and another frame is moving with a velocity 0.9 c. Then suppose you are observing some, you are analyzing some experimental results with very high speeds. If the particle is moving, if the frame is moving with very high speed, the space shuttle movie in the particle dynamics discuss ചെയ്യാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ആ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനുമായിട്ട് മാച്ച് ചെയ്യാത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതായത് നമ്മൾ വെരി ഹൈ സ്പീഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡൈനാമിക്സിന് വി നീഡ് എ ന്യൂ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് മനസ്സിലാവും. ന്യൂ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആദ്യമായി പ്രപ്പോസ് ചെയ്തത് 1904 എച്ച് എ ലോറൻസ് ആണ്. അദ്ദേഹം അത് എന്താ പറയുക, മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻ്റൽ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട ചില കൺക്ലൂഷൻസിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ഇക്വേഷനാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഒരു എംപെരിക്കൽ റിലേഷൻ പോലെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തതാണ്. ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിൻ്റെ റിയൽ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൃത്യമായി ഉപയോഗിച്ചത് 1905 ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി വന്നതിന് ശേഷമാണ്. റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റീൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വളരെ കൃത്യമായി മാത്തമാറ്റിക്കലായിട്ട് ഉപയോഗിക്കുകയും അതിനെ കൃത്യമായി ഫിസിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുകയും രണ്ട് ഇനേർഷ്യൽ ഫ്രെയിമുകളെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ആക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണെന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അതായത് എച്ച് എ ലോറൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിന് അതിൻ്റെ യഥാർത്ഥ ഫിസിക്സ് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവരികയും അത് റിലേറ്റിവിറ്റിയിൽ വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് റിലേറ്റിവിറ്റി തിയറിക്ക് ഒരു പുതിയ ദിശാബോധം കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡൈലേഷൻ, ക്ലോക്ക് സിങ്ക്രണൈസേഷൻ, റിലേറ്റിവിറ്റി, സൈമൾട്ടേനിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഒരു ഫോർമുലേഷൻ കൊണ്ടുവരാൻ ഐൻസ്റ്റീന് സാധിച്ചതും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എങ്ങനെയാണ് അതിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിലബസിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് നമുക്ക് അത് എഴുതാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചറുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡൈലേഷൻ പോലുള്ള ഫിനോമിനുകൾ, അതേപോലെ തന്നെ എന്താ പറയുക റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാനുള്ള ശ്രമങ്ങളും നമ്മൾ അടുത്ത ലെക്ചേഴ്സിൽ നടത്തും. അപ്പോൾ അതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആദ്യം ഒന്ന് എഴുതാൻ പോവാണ്. സോ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഫ്രെയിമുകളാണ്. വൺ ഫ്രെയിം ഈസ് എസ്. Here we have an observer O, which is at rest. Another observer in S prime frame, and the observer is moving with a relative velocity v with respect to observer O. So two observers O and O prime. O is at rest and O prime is moving with velocity v along x-axis. Then
Lorentz transformation equations become Lorentz transformation equations become Galilean transformation ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. വൈ പ്രൈം ഇസ് ഈക്വൽ ടു വൈ, സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു സെഡ്, ടി പ്രൈം ഇസ് ഈക്വൽ ടു ടി. അപ്പം നമ്മളൊരു ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു ഇവൻറ്റ് പി എന്ന് പറയുന്ന ഇവൻ്റ് ഉണ്ട്. ഓ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ടി ആണ്. സ്പേസും ടൈമും 3 കോർഡിനേറ്റ് എക്സും വൈയും സെഡും സ്പേസ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കും, ടീനെ ടൈം കോർഡിനേറ്റ് എന്ന് വിളിക്കും. ഇനി ഓ പ്രൈം ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ടി പ്രൈം ആണ്. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഈ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ പ്രൈം ഇസ് ഈക്വൽ ടു വൈ, ടി പ്രൈം ഇസ് ഈക്വൽ ടു ടി അല്ല ടി മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1 ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് ഗാമ എന്ന് എഴുതുകയാണെങ്കിൽ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എക്സ് മൈനസ് ബി ടി, y prime is equal to y, z prime is equal to z, t prime is equal to t minus vx by c square into gamma. So these are the Lorentz transformation equations. Lorentz transformation equations. Lorentz transformation equations. Lorentz transformation equations. ഇത് ഓയിലുള്ള ഒരു ഒബ്സർവേഷനെ ഓ പ്രൈമിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ് കിട്ടുകയാണെങ്കിൽ എക്സ് പ്രൈമും വൈ പ്രൈമും സെഡ് പ്രൈമും ടി പ്രൈമും, എക്സ് വൈ സെഡ് കിട്ടുകയാണെങ്കിൽ ടി കിട്ടുകയാണെങ്കിൽ എക്സ് പ്രൈമും വൈ പ്രൈമും സെഡ് പ്രൈമും ടി പ്രൈമും എഴുതാം. അതായത് എസ് പ്രൈമിൽ നിന്ന് എസ് പ്രൈം പ്രൈമിലേക്ക് കണക്ട് ചെയ്യാനാണ്. ഇത് തലതിരിച്ച് എഴുതുകയാണെങ്കിൽ ഇൻവേഴ്സ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് എസ് പ്രൈം പ്രൈമിലെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ എസ് പ്രൈമിൽ എങ്ങനെ എഴുതാം, ഇതാണ് ഇൻവേഴ്സ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അത് വളരെ സിമ്പിളാണ്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്രൈം പ്ലസ് വി ടി പ്രൈം ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. വൈ ഇസ് ഈക്വൽ ടു വൈ പ്രൈം, സെഡ് ഇസ് ഈക്വൽ ടു സെഡ് പ്രൈം, ടി ഇസ് ഈക്വൽ ടു ടി പ്രൈം പ്ലസ് വി എക്സ് പ്രൈം ബൈ സി സ്ക്വയർ divided by root 1 minus v square by c square. ഇതാണ് ഇൻവേഴ്സ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. സോ ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ സപ്പോസ് ഇഫ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് വെരി ലോ, അല്ലെങ്കിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫ്രെയിം, ഇഫ് വി ഈസ് വെരി സ്മോൾ, വി ഫാർ ലെസ് ദാൻ സി, അതായത് അതിനെ നമുക്ക് വേണമെങ്കിൽ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്യേണ്ടാത്ത ഓർഡിനറി സിറ്റുവേഷനാണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാവുന്ന കണ്ടീഷൻസ് ആണ് നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് എന്ന് നമുക്ക് എഴുതാം. സാധാരണ നോർമൽ സ്പീഡാണ്. അപ്പോൾ നമുക്കറിയാം വി ഫാർ ലെസ് ദാൻ സി ആണെങ്കിൽ വി ബൈ സി എന്ന് പറയുന്നത് ഫാർ ലെസ് ദാൻ 1 ആയിരിക്കും. സോ വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. So we can neglect v square by c square. So 1 minus v square by c square എന്ന് പറയുന്നത് approximately 1 എടുക്കാം. That means gamma is 1. So these transformation equations can be rewritten as v square by c square neglect ചെയ്യുകയാണെങ്കിൽ 1 by c square ടേമുകളൊക്കെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എക്സ് പ്രൈം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഉണ്ട്, ഇത് ഓൾമോസ്റ്റ് 1 ആയിട്ട് വരും. ഇതിലെ ഡിനോമിനേറ്ററിലും 1 ആയിരിക്കും. വി ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി,
y prime is equal to y, z prime is equal to z, t prime is equal to t. These are Galilean transformation equations. അതായത് അത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറഞ്ഞ കാര്യം. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ സ്പീഡ് വളരെ സ്മോൾ ആണെങ്കിൽ, നിങ്ങളുടെ ഫ്രെയിമിൻ്റെ സ്പീഡ് വളരെ സ്മോൾ ആണെങ്കിൽ രണ്ട് ഫ്രെയിമുകളെ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഓട്ടോമാറ്റിക്കലി ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഒരു കാര്യം നിങ്ങൾക്ക് എഴുതാം, എന്താണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് agree with Galilean transformation in the non-relativistic limit. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്നത് വെരി ലോ സ്പീഡിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇസ് ആൻ അപ്രോക്സിമേഷൻ ടു റിലേറ്റിവിറ്റി അറ്റ് വെരി ലോ സ്പീഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്താണെന്ന് പറഞ്ഞു. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിൻ്റെ ചില കോൺസിക്വൻസുകളാണ്, അതുമായി ബന്ധപ്പെട്ട ചില ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് റിലേറ്റിവിറ്റിയിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ എന്നുള്ളത്. അതിൻ്റെ റിലേഷനും എങ്ങനെയാണ് ഒരു ഫ്രെയിമിൽ കിട്ടുന്ന ലെങ്ത് മറ്റൊരു ഫ്രെയിമിൽ ഡിഫറൻ്റ് ആവുന്നതും, എങ്ങനെയാണ് ലെങ്ത് കോൺട്രാക്ഷൻ സംഭവിക്കുന്നതും, ഒരു ഫ്രെയിമിൽ ഒബ്സർവ് ചെയ്യുന്ന ടൈം ഇൻ്റർവലും മറ്റൊരു ഫ്രെയിമിൽ ഒബ്സർവ് ചെയ്യുന്ന ടൈം ഇൻ്റർവലും തമ്മിലുള്ള ഡിഫറൻസ്, റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂളിൻ്റെ വ്യത്യാസം. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ പറയുക, ടൈം ഡയലേഷൻ്റെ ഫിനോമിന. റിലേറ്റിവിസ്റ്റിക് അടുത്തൊരു കാര്യം പറഞ്ഞത് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്തമാറ്റിക്കലി വീണ്ടും ഒരു ആവർത്തനം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി എങ്ങനെ വരുന്നു എന്ന് ഒരു വട്ടം കൂടി ആവർത്തിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഡെറിവേഷൻ അടക്കം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോൺസിക്വൻസസ്, ഈ വക ഫിനോമിനകൾ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോറൻസ് ലെങ്ത് കോൺട്രാക്ഷൻ ആണ്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിലേറ്റിവിറ്റിയിലെ വളരെ പരമപ്രധാനമായ ചില പ്രഡിക്ഷൻസ് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. സോ നെക്സ്റ്റ് വി നൗ യൂസ് Lorentz transformations to derive some of the predictions of relativity. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെങ്ത് കോൺട്രാക്ഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ആ ഡിസ്കഷനിൽ നമ്മൾ രണ്ട് ഫ്രെയിമുകളാണ് കൺസിഡർ ചെയ്തത്. നമുക്ക് ഓർമ്മയുണ്ടാവും, എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം, അവിടെ ഒരു ഒബ്സർവർ ഒ ഉണ്ട്. മറ്റൊരു ഫ്രെയിം എന്ന് പറയുന്നത് എസ് പ്രൈം ആണ്. എസ് പ്രൈം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. അവിടെ നിങ്ങൾക്ക് യു ക്യാൻ കൺസിഡർ ആൻ ഒബ്സർവർ ഒ പ്രൈം. സോ ദർ ആർ ടു ഒബ്സർവേഴ്സ് ഒ ആൻഡ് ഒ പ്രൈം. സപ്പോസ് ദി ആർ മെഷറിംഗ് ലെങ്ത് ഓഫ് an object. Suppose let it be L0. ഏത് ഫ്രെയിമിൽ നമ്മൾ എസ് പ്രൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്കെയിലിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ആ സ്കെയിലിൻ്റെ ലെങ്ത്ത് L0 ആണെന്ന് നമുക്ക്, ആ ലെങ്ത്തിനെ നമ്മൾ L0 എന്ന് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ആ സ്കെയിലിൻ്റെ ലെങ്ത്ത് നമ്മൾ രണ്ട് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പോവാണ്. ആ സ്കെയിലിനെ ഞാനൊരു സ്പേസ് ഷട്ടിലിൽ കയറ്റി വെച്ചിട്ടുണ്ട്. മുമ്പ് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ്, ഒരു വട്ടം കൂടി ആവർത്തിക്കുന്നു എന്ന് വിചാരിച്ചു. ആ സ്പേസ് ഷട്ടിലിൽ ഒരു ഒബ്സർവർ ഉണ്ട്, ഒ പ്രൈം എന്ന് പറയുന്ന ഒബ്സർവർ ഉണ്ട്. ഇതാണ് എസ് പ്രൈം ഫ്രെയിം എന്ന് പറയുന്നത്.
and that space shuttle is moving with a velocity v. And this observer observes length of a scale as L0. അപ്പോൾ അതിൽ രണ്ട് എൻഡ് ഉണ്ട്. അപ്പോൾ ആ സ്കെയില് തൽക്കാലം അലോങ് എക്സ് ആക്സസ് പാരലാക്കി വെച്ചേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഇനീഷ്യൽ പോയിന്റിനെ x1 പ്രൈം എന്നും ഫൈനൽ പോയിന്റിനെ x2 പ്രൈം എന്നും റെപ്രസെന്റ് ചെയ്യാം. വൈയും സെഡിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ x1 പ്രൈം എന്നും ഇവിടെ x2 പ്രൈം എന്നും എടുക്കാം. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് L0 is equal to x2 പ്രൈം മൈനസ് x1 പ്രൈം. ഈ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ലെങ്ത്. പ്രോപ്പർ ലെങ്ത് എന്നാണ് ഈ ലെങ്ത്തിനെ വിളിക്കാൻ പറ്റുക. പ്രോപ്പർ ലെങ്ത് എന്ന് വിളിക്കാം ഈ ലെങ്ത്തിനെ. ദിസ് ലെങ്ത് ഈസ് കോൾഡ് പ്രോപ്പർ ലെങ്ത്. ഓക്കെ, ആക്ച്വൽ ലെങ്ത് ആണ്. ഇതേ സ്കെയിലിനെ ഔട്ട്സൈഡ് നിന്നുകൊണ്ട് എർത്തിൽ നിന്നുകൊണ്ട് ഒരു ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതാണ് എസ് ഫ്രെയിം എന്ന് വിചാരിക്കുക. സോ അക്കോർഡിംഗ് ടു ഹിം, അക്കോർഡിംഗ് ടു ദിസ് പേഴ്സൺ, this scale is in motion. This scale is moving. According to him, this scale is moving with a velocity v. According to O prime, scale is at rest. Because O prime and scale are moving with the same velocity. So with respect to O prime, scale is at rest. So he is measuring the length as L0, which is x2 prime minus x1 prime. This is called proper length. So according to observer O, എർത്തിൽ ഒരു ഒബ്സർവർ ഉണ്ടെന്ന് വിചാരിച്ചു. അക്കോർഡിംഗ് ടു ഒബ്സർവർ O, this is called as frame. The scale is moving. He will measure another length. Let it be L. അതിന്റെ കോർഡിനേറ്റ്സിനെ നമുക്ക് x1 x2 എന്ന് എടുക്കാം. സോ L is equal to x2 മൈനസ് x1 എന്ന് എഴുതാം. ഈ Lഉം L0 ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ ലെങ്ത്തിനെ നമുക്ക് ഇംപ്രോപ്പർ ലെങ്ത് എന്ന് വിളിക്കാം. ഈ ലെങ്ത്തിനെ നമുക്ക് ഇംപ്രോപ്പർ ലെങ്ത് എന്ന് വിളിക്കാം. ഈ ലെങ്ത്തിനെ നമുക്ക് ഇംപ്രോപ്പർ ലെങ്ത് എന്ന് വിളിക്കാം. L is equal to x2 minus x1. സോ L is equal to x2 minus x1 എന്ന് വിളിക്കാം. ഇതിനെ രണ്ടിനെയും ഈ രണ്ട് റിലേഷനും ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. L is equal to L0 root 1 minus v square by c square എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. That means L is less than L0. അതായത് with respect to observer O, the length is found to be shorter than its proper length. Okay, അപ്പോൾ ഇതിനെയാണ് ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഡിസ്കഷൻ നമ്മൾ ചുമ്മാ അവിടെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ട് റിലേഷൻസ് കിട്ടിയിട്ടുണ്ട്. L0 is equal to x2 prime minus x1 prime എന്ന് എഴുതാം, which is equation number 1. L is equal to x2 minus x1. Okay, L is equal to x2 minus x1. അപ്പോൾ നമുക്കൊരു കാര്യം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമുക്കറിയാം എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കിവിടെ ഇതിന് പകരം എക്സ് പ്രൈമിന് പകരം രണ്ട് ഇതുണ്ട്. x1 പ്രൈം എന്ന് എഴുതാം. x1 പ്രൈം എന്ന് പറയുന്നത് x1 മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഈ സ്കെയിലിൻ്റെ രണ്ടറ്റവും ഈ ഒബ്സർവർ ഒരേ സമയത്താണ്, ഒബ്സർവർ O ഒരേ സമയത്ത് തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പം ഇവിടുത്തെ സമയവും ടി ഇവിടുത്തെ സമയവും ടി എന്ന് തൽക്കാലം സങ്കല്പിക്കുക. ആരെ സംബന്ധിച്ചിടത്തോളം വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ O. ഒബ്സർവർ O പ്രൈം ഇതിൻ്റെ ലെങ്ത് ഓൾറെഡി പ്രോപ്പർ ലെങ്ത് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓനെ സംബന്ധിച്ചിടത്തോളം വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ O, he will measure the two ends. Suppose he will measure the two ends simultaneously എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ അപ്പോൾ അതിന് ടി എന്നെടുക്കാം. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിക്കുമ്പോൾ x1 പ്രൈം is equal to x1 minus bt divided by root 1 minus b square by c square എന്ന് കൊടുക്കാം. x2 പ്രൈമിനെ x2 minus bt divided by root 1 minus b square by c square എന്ന് കൊടുക്കാം. ഇത് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ഉപയോഗിച്ച റിസൾട്ടാണ്. അങ്ങനെ റിസൾട്ട് എഴുതുമ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. L0 is equal to x2 prime minus x1 prime എന്ന് എഴുതാം.
അപ്പോൾ x2 പ്രൈമിന് പകരം x2 മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് x1 മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എഴുതാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലെ LCM എന്ന് പറയുന്നത് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ വന്നു. x2 മൈനസ് ബി ടി മൈനസ് x1 പ്ലസ് ബി ടി എന്ന് എഴുതാം. മൈനസ് ബി ടിയും പ്ലസ് ബി ടിയും വെട്ടിപ്പോയി. സോ ദ റിസൾട്ട് വിൽ ബി x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് L0 is equal to L divided by root 1 minus b square by c square എന്ന് എഴുതാം. That is L is equal to L0 root 1 minus b square by c square. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെങ്ത് കോൺട്രാക്ഷൻ്റെ അതേ റിലേഷൻ നമുക്ക് എന്തുപയോഗിച്ച് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പിന്നീട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ലെങ്ത് കോൺട്രാക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ടൈം ഡൈലേഷൻ വേണമെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. രണ്ട് ഇവൻറ്റുകൾ രണ്ട് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ രണ്ട് ഇവൻറ്റുകൾ ഒരു ഒബ്സർവർ ഓയും ഓ പ്രൈമും നമ്മൾ രണ്ട് ഇവൻറ്റുകൾ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ടി പ്രൈം is equal to ഡെൽറ്റ ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടും. ഡെൽറ്റ ടി സീറോ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ ഓ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ സ്റ്റേഷനറി ക്ലോക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റേഷനറി ക്ലോക്ക് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന ടൈം ഇൻ്റർവെലാണ്. ഡെൽറ്റ ടി പ്രൈം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എ മൂവിങ് ക്ലോക്ക്, ഒരു മൂവിങ് ക്ലോക്ക് ഒബ്സർവ് ചെയ്യുന്ന ടൈം ഇൻ്റർവെലാണ്. ഇപ്പോൾ രണ്ട് ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാവുന്നതാണ് ടൈം ഡൈലേഷൻ. മൂന്നാമത്തെയാണ്, അടുത്തതാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷനുള്ള എക്സ്പ്രഷൻസ് നമ്മൾ ഒരു ടൈമിംഗ് ഡിവൈസ് വെച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ. റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിറൈവ് ചെയ്ത റിലേഷൻസ് ഓർമ്മയുണ്ടോ? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിറൈവ് ചെയ്യല്ല, നമ്മൾ ടൈമിംഗ് ഡിവൈസ് വെച്ച് പ്രൂവ് ചെയ്ത രണ്ട് റിലേഷൻസും ഓർമ്മയുണ്ടോ? സപ്പോസ് വി ആർ കൺസിഡറിങ് ടു ഒബ്സർവേഴ്സ് O and O prime. S prime. O prime is moving with a velocity v along x-axis. Suppose we have a particle P having velocity u with respect to observer O, and its velocity is u prime with respect to observer O prime. അത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. യുവിന് 3 കമ്പോണൻസ് ഉണ്ടാവും, യു എക്സ്, യു വൈ, യു സെഡ്. യു പ്രൈമിന് 3 കമ്പോണൻസ് നമുക്ക് അസ്യൂം ചെയ്യാം, യു എക്സ് പ്രൈം, യു വൈ പ്രൈം, യു സെഡ് പ്രൈം. ഇവിടെ ഒബ്സർവർ മൂവ് ചെയ്യുന്ന അലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമ്മളുടെ റിലേഷൻസ് എങ്ങനെയാണ് കിട്ടുക? യു എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് ബി ഡിവൈഡഡ് ബൈ 1 minus vux by c square. uy prime is equal to uy root 1 minus v square by c square divided by 1 minus vux by c square. uz prime is equal to uz root 1 minus v square by c square divided by 1 minus vux by c square. ഇതാണ് റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇവിടെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്. പാർട്ടിക്കിളിൻ്റെ ഒബ്സർവർ ഓയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് എക്സ്, വൈ, സെഡ്, ടി ആണെന്ന് വിചാരിക്കുക. ഓ പ്രൈമിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം, ടി പ്രൈം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം
പറഞ്ഞതാണ്. ഇത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് പ്രകാരം എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1a എന്ന് കൊടുക്കുക. y പ്രൈം ഇസ് ഈക്വൽ ടു y, ഇക്വേഷൻ നമ്പർ 1b എന്ന് കൊടുക്കുക. z പ്രൈം ഇസ് ഈക്വൽ ടു z, ഇക്വേഷൻ നമ്പർ 1c എന്ന് കൊടുക്കുക. t പ്രൈം ഇസ് ഈക്വൽ ടു t മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1d എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻസിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 1a ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഡി എക്സ് മൈനസ് വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓർ കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ വി ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിനെ മാറ്റി നിർത്തിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഡി ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററുള്ള ഒരു കോൺസ്റ്റന്റ് തന്നെയാണ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അത് വി കോൺസ്റ്റന്റ് ആണ്, സിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിനോമിനേറ്ററുള്ള ടൈമും കോൺസ്റ്റന്റ് ആണ്. അതിനെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2a എന്ന് കൊടുക്കാം. dy prime is equal to dy, equation number 2b. dz prime is equal to dz, equation number 2c. And then നാലാമത്തെ 1d നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dt prime is equal to dt minus v by c square dx divided by root 1 minus v square by c square എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2d എന്ന്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ഫ്രെയിമാണ് കൺസിഡർ ചെയ്തത്. ഫ്രെയിമിലെ കോർഡിനേറ്റ്സ്, ഇപ്പോൾ പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ടി ആണ് കൺസിഡർ ചെയ്തത്. എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ടി പ്രൈം ആണ്. ഒബ്സർവർ ഒ പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം, ഓനെ സംബന്ധിച്ചിടത്തോളം എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് യു എക്സ് പ്രൈമിനായി ഇങ്ങനെ എഴുതാൻ പറ്റും, ഡി എക്സ് പ്രൈം ബൈ ഡി ടി പ്രൈം എന്ന് എഴുതാം. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ല, ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള രൂപത്തിൽ. യു വൈ പ്രൈം എന്ന് പറയുന്നത് ഡി വൈ പ്രൈം ബൈ ഡി ടി പ്രൈം ആണ്. യു സെഡ് പ്രൈം എന്ന് പറയുന്നത് ഡി സെഡ് പ്രൈം ഡിവൈഡഡ് ബൈ ഡി ടി പ്രൈം ആണ്. ആൻഡ് മറ്റേ ഫ്രെയിമിൽ കൺസിഡർ ചെയ്യുമ്പോൾ അടുത്ത ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പോണൻസ് യു എക്സ് എന്ന് എഴുതാം. യു എക്സ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. യു വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാം. യു സെഡ് എന്ന് പറയുന്നത് ഡി സെഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി റൈറ്റ് യു എക്സ് പ്രൈം ഒന്ന് കണ്ടുപിടിക്കാം. യു എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഡി എക്സ് പ്രൈം ബൈ ഡി ടി പ്രൈം എന്ന് എഴുതാം. ഡി എക്സ് പ്രൈം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് ഡി എക്സ് പ്രൈം എന്ന് പറയുന്നത്? ഇക്വേഷൻ നമ്പർ 2a ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി എക്സ് മൈനസ് വി ഡി ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഡി ടി പ്രൈം. ഡി ടി പ്രൈം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2d ആണ്. അപ്പോൾ തലയിരിച്ചും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. തലയിരിച്ച് എഴുതുമ്പോൾ ഡിവൈഡഡ് ബൈ ഡി ടി മൈനസ് വി ബൈ സി സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ ടേമും വെട്ടിപ്പോയി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള ടേം. അപ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും? Then you can simply write ux prime is equal to dx minus v dt divided by dt minus v by c square dx.
ഇതാണ് യു എക്സ് പ്രൈം ഉണ്ടാവുക. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡി ടി. dt in the numerator and denominator of RHS. RHSനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. യു എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. മൈനസ് വി ഡി ടി പി ആയി മാറി. ഡിവൈഡഡ് ബൈ 1 മൈനസ് വി ബൈ സി സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി എന്നായി. ഓക്കെ, ആ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ യു എക്സ് ആണ്. അപ്പോൾ യു എക്സ് മൈനസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു എക്സ് ബൈ സി സ്ക്വയർ എന്ന് യു എക്സ് പ്രൈം ആണ്. യു എക്സ് പ്രൈമും യു എക്സും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മുമ്പ് കിട്ടിയ പോലെ തന്നെ നമുക്ക് ഈ റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിച്ചു. കറക്റ്റാണ്, നമ്മൾ ആദ്യം എഴുതിയ റിലേഷൻ കറക്റ്റായിട്ട് വന്നു. ഇതേ പ്രൊസീജിയറിൽ യു വൈ പ്രൈം കണ്ടുപിടിക്കുക. യു വൈ പ്രൈം എന്ന് പറയുന്നത് ഡി വൈ പ്രൈം ബൈ ഡി ടി പ്രൈം ആണ്. ഡി വൈ പ്രൈം എന്ന് പറഞ്ഞാൽ ഡി വൈ ആണ്. ഡി ടി എന്ന് പറയുന്നത് ഡി വൈ ഡിവൈഡ് ബൈ ഡി ടി. ഡി ടി പ്രൈമിന് പകരം ഡി ടി മൈനസ് വി ബൈ സി സ്ക്വയർ ഡി എക്സ്. ഡിനോമിനേറ്ററിലുള്ള റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് പോകും. റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2D നിന്നാണ് ഡി ടി പ്രൈം എത്തിയത്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ദെൻ ദ ഇക്വേഷൻ വിൽ ബിക്കം യു വൈ പ്രൈം ഇസ് ഈക്വൽ ടു, ഇതിലും ന്യൂമറേറ്ററിൽ ഡി ടി കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറും? ഡി വൈ ബൈ ഡി ടി റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. നോക്കൂ, ഡി വൈ ബൈ ഡി ടി ഡിനോമിനേറ്ററിൽ ഡി ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ടി 1 വരും. മൈനസ് വി ബൈ സി സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് യു എക്സ് ആണ്. അപ്പോൾ യു വൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി യു എക്സ് ബൈ സി സ്ക്വയർ എന്ന് വരും. ഡി എക്സ് ബൈ ഡി ടി യു എക്സ് ആണ്. അപ്പോൾ യു വൈ പ്രൈം ഇസ് ഈക്വൽ ടു യു വൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അടുത്തത് യു സെഡ് പ്രൈം ആണ്. യു സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു ഡി സെഡ് പ്രൈം ബൈ ഡി ടി പ്രൈം എന്ന് എഴുതാം. അപ്പോൾ ഡി സെഡ് ഡിവൈഡഡ് ബൈ ഡി ടി പ്രൈമിന് പകരം ഇക്വേഷൻ നമ്പർ 2D പ്രകാരം ഡി ടി മൈനസ് വി ബൈ സി സ്ക്വയർ ഡി എക്സ് ഇൻറ്റു റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വരും. സോ ഇതേപോലെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റെപ്പ് എഴുതാം. ഡി ടി കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ യു സെഡ് പ്രൈം ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി ടി root 1 minus v square by c square divided by 1 minus v by c square dx by dt. So result will be dz by dt എന്ന് പറയുന്നത് uz ആണ്. uz root 1 minus v by c square, v square by c square divided by 1 minus vux by c square. ഇതാണ് uz prime. uz പ്രൈമും ux പ്രൈമും uy പ്രൈമും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിറൈവ് ചെയ്തെടുത്തു. ഇതാണ് യു എക്സ് പ്രൈം. യു എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി ഡിവൈഡ് ബൈ 1 മൈനസ് വി യു എക്സ് ബൈ സി സ്ക്വയർ. ഇതാണ് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ റൂള്. ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷൻസ് എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, സെഡ് കമ്പോണൻറ്റ് എഴുതി. ഇനി എക്സ് പ്രൈമിലേക്ക് എഴുതണമെങ്കിൽ ഇത് സൈൻ റീപ്ലേസ് ചെയ്ത് വിക്ക് പകരം മൈനസ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് റിലേഷൻ. ഇത് റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൈമുൾട്ടേനിറ്റി ആൻഡ് ക്ലോക്ക് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നതാണ്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ലോറൻസ് ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ 1-2 കോൺസിക്വൻസുകളാണ്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, അതുപോലെ റിലേറ്റിവിസ്റ്റിക് വെലോസിറ്റി അഡീഷൻ ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ലെക്ചറിൽ നമ്മൾ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു.